കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രേസ് ടിവിയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ക്രിസ്തുവിൻ്റെ വന്ദനം ഞാൻ അറിയിക്കുന്നു. എഫേസ്യ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരിഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൻ്റെ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ മാനവീയാദി ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ദൈവത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ക്രൂശ് മരണത്തിൽ കൂടെ അതിനെ തിരിച്ചു പിടിക്കുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നിത്യശിക്ഷാവധി എന്നുള്ള മോചനം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ, രക്ഷയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാന ഭാഗം, നിത്യശിക്ഷാവിധിയിൽ അകപ്പെട്ട് കിടന്നവരെ നിത്യരക്ഷയ്ക്ക് യോഗ്യരാക്കി മാറ്റിയ യേശുവിൻ്റെ ക്രൂശ് മരണം. ഇവിടെ ക്രൂശ് മരണത്തിൽ കൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം നിത്യരക്ഷ എന്നുള്ളതാണ്. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, നരകത്തിൻ്റെ ആഴം അളക്കുന്നവന് മാത്രമേ രക്ഷയുടെ വലിപ്പം പിടികിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ എന്ന് പറഞ്ഞ വാക്ക് അവിടെ വന്നതുകൊണ്ടാണ്. ഇത്ര വലിയ രക്ഷ. എന്താണ് ഈ രക്ഷയുടെ വലിപ്പം? രക്ഷയുടെ ഉയരത്തിലുള്ള വലിപ്പമുണ്ട്. ഉയരത്തിലുള്ള വലിപ്പം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, പാപിയായ മനുഷ്യന്റെ ഹൃദയം മുതൽ അത്യുന്നതൻ വസിക്കുന്ന സ്ഥലം വരെയാണ് ഇതിൻ്റെ ഉയരത്തിലുള്ള വലുപ്പം. രക്ഷയുടെ താഴ്ചയിലുള്ള വലുപ്പമുണ്ട്. താഴ്ചയുള്ള വലുപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അത്യുന്നതനായ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, പാപിയായ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ദൈവം ഇറങ്ങി ഒതുങ്ങിയിരിക്കുന്ന വന്ന ആ താഴ്ചയുടെ അനുഭവമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതാണ് താഴ്ചയിലുള്ള വലുപ്പം. സാധ്യതയിലുള്ള വലുപ്പമുണ്ട് രക്ഷയ്ക്ക്. 1000 പേര് ഇന്നത്തെ പ്രസംഗം കേട്ട് വിശ്വസിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചാൽ, എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മരിച്ചെന്ന് വിശ്വസിച്ചാൽ 25 പേർക്ക് രക്ഷ കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം. 1000 പേർക്കും രക്ഷ. അതാണ് സാധ്യതയിലുള്ള വലുപ്പം. രക്ഷയുടെ മുതൽ മുടക്കിലുള്ള വലുപ്പമുണ്ട്. മുതൽ മുടക്കിലുള്ള വലുപ്പം. ആ മുതൽ മുടക്കിലുള്ള വലുപ്പം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ മുഴു രക്തവും പാപിയായ മനുഷ്യന് വേണ്ടി കാൽവറിയിൽ ഊറ്റി, അവസാനമുള്ള രക്തവും ഊറ്റിക്കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ആ അനുഭവമാണ് മുതൽ മുടക്കിൻ്റെ വലുപ്പം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് എന്ത് വിലയുണ്ടോ ആ വിലയാണ് യഥാർത്ഥമായ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയുടെ വില. ദൈവസഭയിൽ ഏറ്റവും വലിയ പണക്കാരൻ്റെയും ഏറ്റവും പാവപ്പെട്ടവൻ്റെയും വില യേശുക്രിസ്തുവിന്റെ രക്തത്തിൻ്റെ വിലയാണ്. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോസ്തലപ്രവൃത്തി 20:28. അങ്ങനെയാണെങ്കിൽ മുതൽ മുടക്കിൻ്റെ വിലയെന്ന് പറയുന്നത്, ദൈവസഭയുടെ വിലയെന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ വിലയെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഇനി ഈ രക്ഷയുടെ ഏറ്റവും വലിയ വലിപ്പം എന്ന് പറയുന്നത്, ദൈവത്തിന് എന്ത് വിലയുണ്ടോ അത്രയും വില രക്ഷയ്ക്കുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് 1 പത്രോസ് 2:24 വായിക്കുമ്പോൾ, സാത്താന്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കുമെന്ന് 33:15 പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണം എന്ന വണ്ണം ഏകദേശം 613 ചട്ടങ്ങളുള്ള ന്യായപ്രമാണത്തെ ആർക്കും പൂർത്തിയാക്കാൻ കഴിയാതിരുന്നപ്പോൾ
യേശുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ അതിനെ പൂർത്തിയാക്കി. പാപത്തിന് പരിഹാരം താൻ വരുത്തി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട മൂന്നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന് വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്ര വലുപ്പമുള്ള ഒരു രക്ഷ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ ഒരുക്കി. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. പുത്രനേക്കാൾ കൂടുതൽ പാപിയായ എന്നെ നിങ്ങളെ സ്നേഹിച്ച സ്നേഹം, ആ പ്രദർശനം കാൽവറിയിൽ കൂടെ അവനെ തകർത്തുകൊണ്ട് നമ്മളെ രക്ഷിച്ച ആ രക്ഷയുടെ വലിപ്പം എത്ര വലുതാണ്. അപ്പോൾ നമുക്ക് ലഭിച്ച ഭാഗ്യമെന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. എന്നേക്കുമായിട്ട് ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത, പരസ്പരം കാണാൻ കഴിയാത്ത, സ്പർശിക്കാൻ കഴിയാത്ത, ഏറ്റവും കൂരിരുട്ടിനകത്തു നിന്ന് നിത്യത മുഴുവനും, ഒരു ദിവസമല്ല നിത്യത മുഴുവനും, കെടാത്ത തീ, ചാകാത്ത പുഴു, അതിൽ നിന്നും എന്നേക്കുമായിട്ട് നിത്യരക്ഷ തന്ന നമ്മുടെ പിതാവാം ദൈവം പുത്രനിൽ കൂടെ തന്നപ്പോൾ അത് വിശ്വസിക്കാൻ നമുക്ക് ഇടയായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞാൽ, അനേകരെ ഇത് അറിയാതെ കിടക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് രക്ഷപ്പെട്ട ജനത്തിന് സന്തോഷിക്കാനുള്ളത്, ഞാനും അവരെ പോലുള്ളൊരു വ്യക്തിയായിരുന്നു. കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിട്ട് അനേക ചെറുപ്പക്കാർ പോലും ലോകത്തിൽ തകർന്നു കിടക്കുമ്പോൾ നമുക്ക് ഈ നിലയിൽ വരുവാനിടയാവുന്നത്, യേശുവിൽ വന്നത് എന്ന് വെച്ചാൽ കൃപയാലാണ്. കൃപ ഒരിക്കലും അർഹതയില്ലാത്ത സ്ഥലത്ത് ലഭിച്ചതായ ആനുകൂല്യമാണ് കൃപ. ആ കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ആ രക്ഷയുടെ വലിപ്പം ഇന്ന് പലക്കാലം മനസ്സിലാക്കണം. ആ രക്ഷയുടെ വലിപ്പം ചെറുതല്ല, വലുതാണ്. ഇത്ര വലിയ രക്ഷ. അതുകൊണ്ട് ഇവിടെ ഈ വാക്യത്തിൻ്റെ ഉള്ളറയിൽ ആ രക്ഷയുടെ വലുപ്പത്തെ നമ്മൾ വ്യക്തമായി കാണുവാൻ കഴിയാണ്. പ്രിയമുള്ളവരെ, കൃപയാൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാനിടയായെങ്കിൽ അതിനെ നിരന്തരമായി സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിച്ച് നല്ല വിശുദ്ധ ജീവിതം നയിച്ച് ദൈവദിനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പനയനുസരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണതയിൽ നമുക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. താമസമില്ല നമ്മുടെ കർത്താവ് വരും. കർത്താവ് വാക്ക് പറഞ്ഞു പോയിരിക്കുന്നു. താമസമില്ല നമ്മുടെ കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ ഒറ്റ വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കത്തക്കവണ്ണം ഇത്ര വലിയ രക്ഷയ്ക്കകത്ത് ഭദ്രമായി ഇവിടെ നിൽക്കുമ്പോൾ ദൈവവചനമനുസരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകുന്ന ജനത്തിനാണ് അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മളെ അതിനുവേണ്ടി മുൻ നിയമിച്ചെങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ പേരുണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇത് ഇത്ര വലിയ രക്ഷയാണ്. അങ്ങനെയെങ്കിൽ ഈ രക്ഷയിൽ കൂടെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ നമ്മെ അവൻ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. അവ കയ്യിൽ നിന്നും പാപനിമിത്തം, ആദമന്റെ പാപനിമിത്തം കൈമോശം വന്ന ജനത്തെ പുത്രന്റെ രക്തത്തിൽ കൂടെ വീണ്ടും എടുത്തു എന്ന് പറയുമ്പോൾ ഓർക്കുക, അതിൻ്റെ അർത്ഥം എന്നേക്കുമായി പാപിയായി പുറന്തള്ളപ്പെട്ട ഒരു വ്യക്തിക്ക് അവൻ യേശു കർത്താവിൻ്റെ ക്രൂശ് പറഞ്ഞ എൻ്റെ മരണമാണ്, എനിക്ക് വേണ്ടിയാണ്, എനിക്ക് പകരമാണ് ക്രിസ്തു മരിച്ചത് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് നീതിക്കായിട്ട് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നു എന്ന് കാണുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുമ്പോൾ നടക്കുന്ന ക്രിയ ഇതാണ്: പിതാവായ ദൈവം യേശു കർത്താവിൻ്റെ ജന്മനാ പരിശുദ്ധൻ്റെ പാപമില്ലാത്ത രക്തം തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് പാപിയായ മനുഷ്യനെ, ക്രിസ്തുവിൽ വിശ്വസിച്ച വ്യക്തിയെ ആ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ദൈവപൈതൽ എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പിൽ കയറ്റി നിർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ രക്ഷയ്ക്കകത്തേക്ക് വന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, പിതാവായ ദൈവം എൻ്റെ പാപം മുഴുവൻ ക്ഷമിച്ചിട്ട് മകൻ അഥവാ മകൾ എന്നുള്ള സ്ഥാനത്ത് എന്നെ ഉറപ്പിക്കുന്നതായ ഒരു അനുഭവമാണ് ഈ രക്ഷയ്ക്കകത്തുള്ളത്. അതുകൊണ്ടാണ് എബ്രായത്തിൽ ഊന്നി പറയുന്നത് ഇത്ര വലിയ രക്ഷ. ആ രക്ഷയ്ക്കകത്ത് വന്നെത്തുവാനിടയായ
പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരമഭാഗ്യമാണ്. ഒരു പുരുഷായുസ്സേ നമുക്കുള്ളൂ. അതിനകത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ലാസ്റ്റ് ചാൻസാണ് ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട്, പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട്, അയോഗ്യരായിരുന്ന, ഭാവിയായിരുന്ന, ഒരിക്കലും യോഗ്യതയില്ലാതിരുന്ന നമ്മോടവൻ കരുണ കാണിച്ചു, കൃപ കാണിച്ചു. ഇത് വിശ്വസിക്കാൻ ദൈവം നമ്പുരാൻ നമ്മളെ സഹായിച്ചു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് ഇത്ര വലിയ രക്ഷയ്ക്കകത്തേക്ക് വന്ന ജനത്തിനായി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുമ്പോൾ അനേകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഈ രക്ഷ നഷ്ടമായി പോകാൻ പാടില്ല. ഒരിക്കലും അതിൽ നിന്ന് മാറിപ്പോൻ പാടില്ല. അത് ഉറച്ചു നിൽക്കാൻ തക്കവണവിടെയായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പണിയപ്പെടുന്ന ദൈവത്തിൻ്റെ ജനം ഈ രക്ഷയുടെ വലിപ്പം മനസ്സിലാക്കി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ പോകുവാൻ കഴിയും. കർത്താവ് അവസാനമായി വാക്ക് പറഞ്ഞു പോയല്ലോ, ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. ആ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ ചേർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഏക പ്രത്യാശ അതാണ്. നമ്മുടെ ജീവിതാനുഭവത്തിൽ ഇത്ര വലിയ രക്ഷയിലേക്ക് വന്ന ദൈവമക്കൾക്ക് ഒരു കാര്യം അറിയാം. നമ്മുടെ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ഭാരങ്ങളോ ഒക്കെ ജീവിതത്തിലൂടെ ഉണ്ടാകാം. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഏക പ്രത്യാശ നമുക്കായിട്ട് സ്ഥലമൊരുക്കാൻ പോയ നമ്മുടെ അരുമനാഥൻ വളരെ വേഗം വരും. അതോർക്കുമ്പോഴാണ് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്നത്. അത് നിലനിർത്തി പോകണമെങ്കിൽ ഇത്ര വലിയ രക്ഷയ്ക്കകത്ത് ഉറച്ചു നിൽക്കണം. ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങണം, ഉറച്ചു നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ പ്രത്യാശയുടെ ദിനമാണ്. ഈ വാക്യങ്ങളുള്ളവയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത് കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മളെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ എന്ന് വായിക്കുന്നു. അവൻ നമ്മളെ മുൻ നിയമിച്ച്, മുൻ കണ്ട്, മുൻ അറിഞ്ഞ് ഈ രക്ഷയ്ക്കകത്തേക്ക് വരത്തക്കവണ്ണം നമ്മളെ സെലക്ട് ചെയ്ത ആ ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാണ്. നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ അറിവോ നമ്മുടെ കഴിവോ ഒന്നുമല്ലതിന് കാരണം നമ്മോടവൻ കൃപ ചെയ്തു. അവ ഇത്ര വലിയ രക്ഷയ്ക്കകത്ത് ഒതുങ്ങി നിൽപ്പാൻ എനിക്ക് നിങ്ങൾക്കും സർവശക്തനായ ദൈവം നമ്പുരാൻ ഇടവരുത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ഇത് ധ്യാനിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. നമ്മുടെ യേശു കർത്താവ് വരാറായി. ദൈവം നമ്മളെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവാം ദൈവമേ, നന്ദിയോടങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഞങ്ങളെ ഉപയോഗിക്കണമേ. ഇത്ര വലിയ രക്ഷയ്ക്കകത്തേക്ക് എല്ലാവരും ഉറപ്പിച്ചതിനാൽ സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. ഞങ്ങളെ സമർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.